ഗുഡ്നെസ് ടി വി ചാനലിൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് 12-ാം അധ്യായമാണ് നാം ഇപ്പോൾ പഠന വിചിന്തന വിഷയമാക്കുന്നത്. പന്ത്രണ്ടാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ആമുഖ ചിന്തകൾ നാം ശ്രവിച്ചു. അപ്പം ആരാണ് ഈ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തത്. ഇപ്പോൾ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുന്നത് ദൈവിക മഹത്വത്തിൽ പരിലസിക്കുന്നവളാണ്. പ്രകാശമാകുന്ന യേശുവിനെ പിഞ്ചെന്ന് ആ ദൈവിക മഹത്വത്തിൽ എത്തിച്ചേർന്നവൾ. അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഭൗമിക സഭ എത്തിച്ചേരുന്ന ആ സ്വർഗീയ ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭൗമിക സഭയുടെ ചിത്രം എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗീയ സഭയുടെ, വിജയ സഭയുടെ ചിത്രമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. ഇനി ആ സ്ത്രീയെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. എന്താണ് ഈ ഒരു പ്രതീകം അർത്ഥമാക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പാദങ്ങൾക്കടിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം കണ്ടു. അപ്പോൾ എന്തിനെങ്കിലും നമ്മൾ പാദങ്ങൾക്കടിയിലാക്കിയെന്ന് പറയുമ്പോൾ അതിനെ അധീനപ്പെടുത്തുന്നു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതിനെ നാം കീഴ്പ്പെടുത്തുന്നു. ഇവിടെ ചന്ദ്രനെ പാദപീഠമാക്കിയവൾ എന്ന് പറയുമ്പോഴെന്തായിരിക്കും അർത്ഥമാക്കുന്നത്? ഇപ്പം എന്താണ് ചന്ദ്രനെ അടിപ്പെടുത്തുക എന്ന് പറയുന്നത് വഴിയായിട്ട് നാം മനസ്സിലാക്കേണ്ടത്? ഇപ്പം ചന്ദ്രൻ എന്ന് പറയുന്ന പ്രതീകം അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ആകാശഗോളമാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഈ വെളിപാടിൻ്റെയൊക്കെ ആ ദർശന പശ്ചാത്തലത്തിൽ എന്തർത്ഥമാണ് കൊടുക്കുവാനായിട്ട് സാധിക്കുക? ഒന്നാമത്തേത്, ചന്ദ്രൻ എന്ന് പറയുന്നത് പല വിജാതീയ മതങ്ങളിലും ദേവതകളുടെ പ്രതീകമാണ്. ഇപ്പോൾ ചന്ദ്രദേവത. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ദേവതകളുടെയും ഒക്കെ ചിത്രീകരണത്തിൽ ഈ ചന്ദ്രൻ്റെ ചിത്രമൊക്കെ ഉൾപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രനെ പാദപീഠമാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്ന എന്താണ്? ഈ വിജാതീയ ആരാധനകളെ എല്ലാം അധീനപ്പെടുത്തി കീഴ്പ്പെടുത്തി എന്നാണ്. നമുക്കറിയാം, വെളിപാടിലെ ഒരു പ്രധാനപ്പെട്ട ആശയവും ഇതുതന്നെയാണല്ലോ. വിജാതീയ മതങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു ചാടുക, അതിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും പുറത്തു കടക്കുക. അപ്പോൾ ആദിമ സഭാ സമൂഹത്തിനുണ്ടായിരുന്ന വലിയ വലിയ പ്രലോഭനങ്ങൾ, ഈ മറ്റു ദൈവങ്ങളെ ആരാധിക്കുവാനായിട്ടുള്ള പ്രലോഭനങ്ങളും, അതുപോലെ തന്നെ ചക്രവർത്തി ആരാധനയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ആ ചക്രവർത്തിയുടെ പിന്നാലെ പോകുന്നതും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ചന്ദ്രനെ പാദപീഠമാക്കുക എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് വിജാതീയ ആരാധനകളിൽ നിന്ന്, ചക്രവർത്തി ആരാധനയിൽ നിന്നെല്ലാം പുറത്തു കടക്കുക എന്ന് തന്നെയാണ്. ഇനി ചന്ദ്രന് വേറെയും ചില അർത്ഥസാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ, കാണുമ്പോൾ നമുക്കതിന് ഈ പലപ്പോഴും ഒക്കെ പൂർണ്ണചന്ദ്രനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്രഷൻ്റ്, ചെറിയ അതിൻ്റെ രൂപമൊക്കെ ഉണ്ട്. അതായത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട്. അപ്പോൾ വൃദ്ധിക്ഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആണ് ചന്ദ്രമാസമുള്ളത്. അപ്പോൾ പല മതങ്ങളിലും അവരുടെയൊക്കെ പല ആഘോഷങ്ങളുമൊക്കെ തീരുമാനിക്കുന്നത് ഈ ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ചന്ദ്രമാസം. അതുപോലെ തന്നെ ഈ വൃദ്ധിക്ഷയങ്ങൾ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, അത് സമയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സമയത്തിൻ്റെ പ്രതീകം കൂടിയാണ്. സമയം എന്താണെന്ന് നമുക്കറിയാം. സമയം ടൈം ആൻഡ് ടൈംലെസ്നെസ്, നിത്യത എന്ന് പറയുന്നത് അത് ഭൗമികമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ്. സമയം എന്ന് പറയുമ്പോൾ
നന്മ തിന്മകളുടെ ഒരു ലോകമാണ്. അപ്പോൾ ഈ സമയത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പോൾ നന്മ തിന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ഇതിനെല്ലാം കീഴ്പ്പെടുത്തി ഇതിനെല്ലാം അതിജീവിച്ച് നന്മയുടേതായിട്ടുള്ള ലോകത്തിൽ ആ ദൈവിക തലത്തിൽ എത്തിച്ചേരുക എന്ന് തന്നെയാണ്. അപ്പോൾ സമയത്തെ കീഴ്പ്പെടുത്തപ്പോൾ ചന്ദ്രനെ പാദപീഠമാക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിലുള്ള ആ നന്മയും തിന്മയും ഒക്കെ ഇടകലർന്ന ആ ലോകത്തിൽ ഇതിനെല്ലാം ഈ ദ്വന്ദ്ങ്ങളെയെല്ലാം അതിജീവിച്ച് ആ സ്വർഗീയ തലത്തിൽ സ്വർഗീയ ആ നിത്യതയിൽ എത്തിച്ചേരുക എന്ന് തന്നെയാണ്. അപ്പോൾ ചന്ദ്രനെ പാദപീഠമാക്കിയ ആ സ്ത്രീ എല്ലാ പ്രലോഭനങ്ങളെയും, സമയത്തിൻ്റെ പ്രലോഭനങ്ങളെയും അതുപോലെ തന്നെ വിജാതി ആരാധനയുടെ പ്രലോഭനങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തിയവൾ ആണ് എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. ഇനി തുടർന്ന് ഇവിടെ ചിത്രീകരിക്കുന്നത് ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം എന്നാണ് ഈ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 12 നാം ഇതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെയും കണ്ടതാണ്. 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 144,000 പേരെക്കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു 144,000 എന്ന് പറയുന്നത് 12ൻ്റെ ഗുണിതമാണ്, 12 × 12. അപ്പോൾ അവിടെ 12 അത് 12 ഗോത്രങ്ങളെയും പിന്നെ അതുപോലെ തന്നെ 12 അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു എന്ന് നാം കണ്ടു. ഇപ്പോൾ 12 എന്ന് പറയുന്നത് അത് ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ശിഷ്യഗണത്തെ സൂചിപ്പിക്കുന്നെന്ന് പറയാം. ഇനി നക്ഷത്രങ്ങൾ നമ്മൾ വെളിപാടിൽ തന്നെ കാണുന്നുണ്ട്, സഭയുടെ ദൂതന്മാരാണെന്ന് പറയുന്നുണ്ട്. 1:20 സഭയുടെ ദൂതന്മാരാണ്. ഇനി നക്ഷത്രങ്ങൾ, ഇനി കിരീടം, അത് കിരീടമായിട്ട് ധരിക്കുന്നു എന്ന് പറയുമ്പോഴോ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കിരീടം അത് വിജയത്തിൻ്റെ ഒരു പ്രതീകമാണ്. നമുക്കറിയാം കിരീടം അത് റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിമാർ കിരീടമല്ല ധരിച്ചിരുന്നത്, അവർ ഒരു പുഷ്പമാലിമാണ് അവർ തലയിലൊക്കെ ധരിച്ചിരുന്നത്. അപ്പോൾ കിരീടം അവർ തങ്ങളുടെ സാമന്ത രാജാക്കന്മാർക്ക് അവർ അധികാരം കൊടുക്കുമ്പോൾ ആ കിരീടം അവരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് അധികാരത്തിൽ പങ്കുചേരുന്നതിനെയാണ് അവിടെ സൂചിപ്പിച്ചിരുന്നത്. ഇവിടെ വരുമ്പോൾ കിരീടം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൽ പങ്കുചേരുന്നതിൻ്റെ അടയാളമായിട്ട് നമുക്കെടുക്കാം. അതുപോലെ തന്നെ പ്രലോഭനങ്ങൾക്കെതിരെ വിജയം വരിക്കുന്നതിന് സഭയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയും അത് സൂചിപ്പിക്കുന്നു. വെളിപാട് നമ്മുടെ ലേഖനങ്ങളിൽ 7 സഭകൾക്കുള്ള കത്തുകളിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് വിജയം വരിക്കുന്ന സഭയ്ക്ക് കിരീടം കൊടുക്കുന്നത്. 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, പിന്നെ അതുപോലെ തന്നെ 4-ാം അധ്യായത്തിൽ 4-10 വാക്യങ്ങളിലെല്ലാം കിരീടം ധരിച്ചിരിക്കുന്നവരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറയുന്നത് അത് ദൈവിക അധികാരത്തിലെ മഹത്വത്തിൽ ഒക്കെ പങ്കുചേരുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കിരീടമണിഞ്ഞ സ്ത്രീ എന്ന് പറയുമ്പോൾ അത് വിജയം വരിച്ച സഭയുടെ പ്രതീകം തന്നെയാണ്. അപ്പോൾ ഈ പ്രലോഭനങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി വ്യാജ ആരാധനയെല്ലാം അതിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം അകന്ന് യേശുവിനോട് കൂടി ആയിരുന്ന് യേശുവാകുന്ന പ്രകാശത്തിൽ വ്യാപരിക്കുന്ന ആ സഭയ്ക്ക് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലമാണ് ഈ കിരീടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സഭ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ട് മാറുന്നു. നമ്മൾ വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു. 19-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ, 21-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സഭ കുഞ്ഞാടിൻ്റെ വധുവാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ വധുവാണെങ്കിൽ അവൾ നിർമ്മലയായിരിക്കണം, എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും അകന്നവളായിരിക്കണം. അപ്പോൾ സഭയെ യേശുവിന് കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ട് ചിത്രീകരിക്കുന്ന വെളിപാട് മാത്രമല്ല, പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സഭയെ ക്രിസ്തുവിൻ്റെ വധുവായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണം കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2 കോറിന്തോസ് 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു, എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന്
ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. കണ്ടോ? അപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് പൗലോസ്ലീഹ ആ സഭയെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാനായിട്ട് വിളിക്കപ്പെട്ടവളാണ്. അപ്പോൾ ഈ വിജയം വരിച്ച ആ സഭ അവളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി. അപ്പോൾ നമ്മൾ ഈ മണവാട്ടിയുടെ ചിത്രം നമ്മൾ വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളിൽ നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഇവിടെ 12-ാം അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്ത് സഭയെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വർഗീയ തലത്തിലാണ്. സ്വർഗീയ മഹിമയിൽ വ്യാപരിക്കുന്ന സഭ എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് യേശുവാകുന്ന പ്രകാശത്തിൽ ചരിച്ച് ആ ദൈവിക പ്രകാശത്തെ വസ്ത്രമായി അണിയുന്ന ആ സ്വർഗീയ അവസ്ഥയിലുള്ള സഭയാണ് ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ആ സ്വർഗത്തിലുള്ള ഒരു തലം. ഇനി ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ യോഹന്നാൻ സഭയുടെ വേറൊരു ചിത്രം അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി 2-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ, അവൾ ഗർഭിണിയായിരുന്നു, ഈറ്റുനോവാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണമാണിത്. ആദ്യം സ്വർഗീയമായിട്ടുള്ള തലത്തിലുള്ള അവതരണം കണ്ടു, ഇപ്പോൾ അത് മാറിയിട്ട് ഭൗമിക തലത്തിലുള്ള അവതരണം. അപ്പോൾ അവിടെ പറയുന്നു, 1 അവൾ ഗർഭിണിയായിരുന്നു, 2 ഈറ്റുനോവാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത്? അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് പറയാം, ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ചില സൂചനകൾ ഇവിടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ 15-16 സൂചന ഒക്കെ ഇവിടെയുണ്ട്. ആ സ്ത്രീ ആ വേദനയോടെ അവൾ ഒക്കെ പ്രസവിക്കും. അപ്പോൾ അവിടെ ആ സ്ത്രീക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷ എന്ന പോലെയാണ് അവിടെയൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ ഈറ്റുനോവിനെക്കുറിച്ച്, ആ സ്ത്രീയുടെ ഈറ്റുനോവിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നു. ഇനി ഇതിലും വ്യത്യസ്തമായിട്ട് ഈ ദൈവജനം, ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ആ ഒരു വേദന, ആ ഒരു ആകുലത, അതിനെ അവതരിപ്പിക്കുവാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സിയോൻ പുത്രി രക്ഷയ്ക്കായിട്ട് നിലവിളിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. യേശയ്യയുടെ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളത് ഒരു കൂടുതലായിട്ട് നമ്മൾ അത് വിശകലനം ചെയ്യും. 26-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, 26-17. കർത്താവെ, ഗർഭിണി പ്രസവമെടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്ന പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു. ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു. എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്ന പോലെയായിരുന്നു അത്. കാറ്റിനെ പ്രസവിക്കുന്ന പോലെ നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇസ്രായേൽ ജനം രക്ഷയ്ക്കായിട്ട് നിലവിളിക്കുന്ന ആ ഒരു ചിത്രം മാത്രം നമ്മളിപ്പോൾ തൽക്കാലം മനസ്സിൽ വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഈറ്റുനോവ്, പ്രസവവേദനയൊക്കെ ചിലപ്പോഴൊക്കെ സിയോൺ ജനതയ്ക്ക് അല്ലെങ്കിൽ സിയോൺ പുത്രിക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയുടെ പ്രതീകമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം യെരമ്യാ 4:31, പ്രസവവേദനയാൽ എന്ന പോലെയുള്ള ഒരു നിലവിളിയാണ് അവളെന്ന് വരുന്നത്. അപ്പോൾ അവൾ അനുഭവിക്കുന്ന ആ ഒരു വേദന, അതൊരു ശിക്ഷയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി ഈ ഈറ്റുനോവ് എന്ന് പറയുന്നത് അത് പുതിയ നിയമത്തിൽ വരുമ്പോഴും അത് കാത്തിരിപ്പിൻ്റെ ഒരു വേദനയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മിശിഹായുടെ വരവിനായി ആകാംക്ഷയോടെയും ദുഃഖത്തോടെയും കാത്തിരിക്കുന്നതിനെ ഈറ്റുനോവ് സൂചിപ്പിക്കുന്നു. അതുപോലെ യുഗാന്തത്തിലെ ഞെരുക്കങ്ങളെയും ഈറ്റുനോവ് സൂചിപ്പിക്കുന്നുണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, അതുപോലെ തന്നെ 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈറ്റുനോവിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥ സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ എന്തായിരിക്കും അർത്ഥം? ഇവിടെ ഈറ്റുനോവ് പ്രധാനമായിട്ടും യേശുവിന് മിശിഹായ്ക്ക് ജന്മം കൊടുക്കുന്നതിൻ്റെ ആ ഒരു വേദനയായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗം, അത് യേശയ്യ നേരത്തെ വായിച്ച ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യേശയ്യ 26, യേശയ്യ 26:17 ഒന്നുകൂടി അതൊന്ന് വായിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥസാധ്യത എന്താ നമുക്ക് വിശകലനം ചെയ്യാം.
കർത്താവെ, ഗർഭിണി പ്രസവമെടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്ന പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു. ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു. എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. പ്രസവിച്ചു, പക്ഷേ കാറ്റിനെ പ്രസവിക്കുന്ന പോലെ. എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്നും സംഭവിച്ചില്ല, വെറും ഷൂ എന്ന് പോലെയായി. എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ആ പ്രവാചകൻ പറയുന്ന കാര്യം ഇതാണ്. അപ്പം മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനം, പക്ഷേ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനം, അപ്പോൾ മിശിഹായ്ക്ക് ജന്മം കൊടുക്കുന്നു എന്ന് പറയുന്ന ആ ദൈവജനത്തിന് യഥാർത്ഥത്തിൽ മിശിഹായെ കൊടുക്കുവാനായിട്ട് നൽകുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു വേദനയുടെയുള്ള ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ പഴയ നിയമ ജനതയ്ക്ക് മിശിഹായെ നൽകുവാനായിട്ട് സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഇനി ഈ പുതിയ നിയമ ദൈവജനമോ? ഈ പുതിയ നിയമ ദൈവജനം യേശുവിനെ കൊടുക്കുന്നതിൽ വിജയിച്ചു. അവൾക്ക് യേശുവിനെ നൽകുവാനായിട്ട് സാധിച്ചു എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഈറ്റുനോവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിനെ നൽകുവാനായിട്ടുള്ള ഒരു വേദനയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി യോഹന്നാൻ 16-19 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിന് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ചില സൂചനകളുണ്ട്. യോഹന്നാൻ 16-19 മുതലുള്ള വാക്യങ്ങൾ. 16-19 മുതൽ യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞ് നിങ്ങളെന്നെ കാണും എന്ന് പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല. പിന്നീട് പറയുന്നു, നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും എടുത്ത് കളയുകയുമില്ല. അപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്ന സന്തോഷം എന്താണ്? ആ സന്തോഷമെന്ന് പറയുന്ന ആ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ, ക്രിസ്തുവിനെ നൽകുവാനായിട്ട് അവർ സാധിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം തന്നെയാണ്. ഇനി അപ്പോൾ ശിഷ്യ സമൂഹം എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവിനെ ലോകത്തിന് നൽകേണ്ടവരാണ്. ഇനി പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പം ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുക എന്ന് വെച്ചാൽ പൗലോസ് ആ ക്രിസ്തുവിനെ ശിഷ്യഗണത്തിന് അവർക്ക് നൽകുവാനായിട്ടുള്ള ആ ഒരു വേദന, അതിനെയാണ് ഈറ്റുനോവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസവക്ലേശത്താലും ഈറ്റുനോവാലും അവൾ നിലവിളിക്കുന്നെന്ന് പറയുമ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാനായിട്ടുള്ള അവളുടെ വേദന. ഇനി പഴയ നിയമ ജനതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഇവിടെയുള്ള വ്യത്യാസം? പഴയ നിയമ ജനതയ്ക്ക് ക്രിസ്തുവിനെ മിശിഹായെ നൽകുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഈ പുതിയ നിയമ ജനത അവർക്ക് ക്രിസ്തുവിനെ നൽകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് ഈ ശിഷ്യഗണം പരിശ്രമിക്കുന്നു. ഇനി ഇതിനു വേണ്ടി സഭ ഏറ്റെടുക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഈറ്റുനോവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈറ്റുനോവ്, പ്രസവക്ലേശം എന്നൊക്കെ പറയുന്നത് യേശുവിനെ ലോകത്തിന് നൽകുവാൻ വേണ്ടി നാം ഏറ്റെടുക്കുന്ന വേദനകളും സഹനങ്ങളും പീഡനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മറുവശം എന്താണ്? സഭ കടന്നു പോകുന്ന, സഭ അനുഭവിക്കുന്ന ഈ വേദനയും കഷ്ടപ്പാടും ഒന്നും ഒരിക്കലും പാഴാവുകയില്ല. അതൊക്കെ വലിയ ഒരു കാര്യം ലോകത്തിലെ യാഥാർത്ഥ്യമൊക്കെ എന്താണ്? ലോകം ക്രിസ്തുവിൻ്റേതായിട്ട് മാറും. എന്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്നത്
ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ലോകം ഉൾക്കൊള്ളുന്ന സമയം തന്നെയാണ്. അപ്പോൾ ദൈവജനം ക്രിസ്തുവിനെ നൽകി കഴിയുമ്പോൾ, ഈ ലോകം മുഴുവൻ ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ തന്നെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ അവതരിപ്പിക്കുന്ന ആ സ്ത്രീയുടെ ചിത്രം നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം സ്ത്രീയുടെ ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് അവതരിപ്പിക്കുന്നത്, സ്വർഗീയ തലത്തിലുള്ള അവസ്ഥ. എന്താണ്? ക്രിസ്തുവിൽ പ്രകാശമാകുന്ന ക്രിസ്തുവിൽ വ്യാപരിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്ന ദൈവിക മഹത്വത്തിൽ ആയിരിക്കുന്ന ആ ദൈവജനം. ഇനി അവൾ എങ്ങനെയാണ് ഈ ദൈവിക മഹത്വത്തിൽ പങ്കുചേരുന്നത്? എല്ലാ പ്രലോഭനങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട്, വ്യാജ ആരാധനയുടെ പ്രലോഭനങ്ങൾ, പിന്നെ നന്മയും തിന്മയും ഇടകലർന്നുള്ള ഈ ലോകത്തിൽ ആ തിന്മയുടെ ആ വശീകരണത്തിൽ നിന്ന് അകന്ന് ഇവൾ ആ യേശുവിൻ്റെ സ്വന്തമായി കഴിയുമ്പോഴുള്ള അവസ്ഥ, അതാണ് ആ സ്വർഗീയ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ലഭിക്കുന്ന ആ പ്രതിഫലമാണ് ഈ 12 നക്ഷത്രങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ അതും 12 ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നതെന്ന് പറയാം, 12 എന്ന് പറയുന്നത് ദൈവജനത്തെ സൂചിപ്പിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ദൈവജനത്തിൻ്റെ സ്വർഗീയമായിട്ടുള്ള അവസ്ഥയാണ് ഒരു വശത്ത്. മറുവശത്ത് എന്താണ്? ഈ സഭ ചെയ്യേണ്ട കാര്യം. എപ്രകാരമാണ് അവൾ സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിക്കുന്നത്? അതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. അവൾ സഹനങ്ങളിലൂടെ കടന്നുപോയി ക്രിസ്തുവിനെയെല്ലാം ലോകത്തിന് നൽകി ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റേതാക്കി അവൾ മാറ്റുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ആ സ്ത്രീയുടെ ചിത്രം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അത് സഭയുടെ ചിത്രം തന്നെയാണ്. അപ്പോൾ ആരാണ് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ? പ്രധാനമായിട്ടും അത് സഭ തന്നെയാണ്. സഭ എത്തിച്ചേരുന്ന അവസ്ഥ ആദ്യം അവതരിപ്പിക്കുന്നു. ഇനി അവിടെ എത്തിച്ചേരുവാനായിട്ട് സഭ ചെയ്യേണ്ടത് എന്താണ് എന്ന് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു. ഇനി ഈ സഭയാണ് പിന്നീട് സംരക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സഭ ക്രിസ്തുവിനെ നൽകുകയെന്ന് പറയുന്നതിൻ്റെ തന്നെ വേറൊരു വശമാണ് നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. എങ്ങനെയാണ് ക്രിസ്തുവിനെ നൽകുന്നത്? അത് സാക്ഷ്യം വഴിയായിട്ടാണ്. അപ്പോൾ സാക്ഷ്യം നൽകുന്നതിലൂടെയാണ് ലോകം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് അവർ വരുന്നതെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. ഇനി ഈ സഭയാണ് ആദ്യത്തെ അർത്ഥമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ഇനി ഈ സ്ത്രീയെ നമുക്ക് പരിശുദ്ധ അമ്മയായിട്ട് കാണുവാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ നമ്മൾ ഈ 12-ാമത്തെ അധ്യായം പലപ്പോഴും പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാളിലൊക്കെ വായിക്കുന്ന ഒരു വചനഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പരിശുദ്ധ മറിയത്തെ സൂചിപ്പിക്കുന്നത് പറയുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. എന്തുകൊണ്ട്? പരിശുദ്ധ മറിയം എന്ന് പറയുന്നവൾ യേശുവിനെ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയവളാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യ എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം തന്നെയാണ്. കാരണം യേശുവിനോട് കൂടെ ആരംഭം മുതൽ അവസാനം വരെ യേശുവിൻ്റെ കുരിശിൻ ചുവട് വരെ ഉണ്ടായിരുന്ന മറിയമാണ്. അതുപോലെ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സമയത്തും മറിയത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ അർത്ഥം ഇത് മറിയത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ലോകത്തിന് ക്രിസ്തുവിന് നൽകുന്നതിൽ വിജയിച്ചവളാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ ലോകത്തിൽ സ്വർഗീയ റാണിയായിട്ട് വിരാജിക്കുന്നു പരിശുദ്ധ മറിയം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഇത് പരിശുദ്ധ മറിയത്തെ സൂചിപ്പിക്കുന്നു. ഇനി പരിശുദ്ധ മറിയത്തെ നമുക്ക് സഭയുടെ ഒരു മാതൃകയായിട്ട് കാണാം. എപ്രകാരം? ക്രിസ്തുവിനെ ലോകത്തിൽ എപ്രകാരമാണ് നൽകേണ്ടത് എന്നതിനുള്ള ഒരു മാതൃക. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വലിയൊരു മാതൃക തന്നെയാണ് പരിശുദ്ധ മറിയം എന്ന് പറയുന്നത്. ഇനി പരിശുദ്ധ മറിയത്തിൻ്റെ ചിത്രം അത് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലും വെളിപാടിലൊക്കെ പലയിടങ്ങളിലും കാണുന്ന ഒരു പ്രയോഗം തന്നെയാണ്. നമുക്ക് അറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം മുതൽ കാണുന്ന ആ ഒരു ചിത്രമുണ്ട്. യേശുവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ചിത്രം കാണുന്നുണ്ട്, പിന്നെ കുരിശിൻ ചുവട്ടിലും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന ആ ഭാഗങ്ങളിലൊക്കെ അവിടെ പശ്ചാത്തലമായിട്ട് യോഹന്നാൻ അവതരിപ്പിക്കുന്ന ചിത്രം ആരുടെ ചിത്രമാണ്? അത് സഭയുടെ ചിത്രം തന്നെയാണ്. വേറെ വാക്യത്തിൽ പറഞ്ഞാൽ മറിയത്തെക്കുറിച്ച് പറയുന്നിടത്ത് പശ്ചാത്തലമായിട്ട് സഭയുണ്ട്, സഭയെക്കുറിച്ച് പറയുന്നിടത്ത് പശ്ചാത്തലമായിട്ട് മറിയവുമുണ്ട്. അപ്പോൾ
രണ്ടാമത്തെ അർത്ഥം ഇത് മറിയത്തെക്കുറിച്ചുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമത്തേത്, ഇത് അവിടെയും അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു ചിത്രം കൂടിയാണ്. ഈ സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരേണ്ടവരാണ് നാം ഒക്കെ. അപ്പോൾ പരിശുദ്ധ മറിയത്തെപ്പോലെ യേശുവിനോട് വിശ്വസ്ത പുലർത്തി യേശുവിന് നൽകുന്നതിൽ വിജയിക്കുമ്പോൾ നമ്മളും ഈ സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരും. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഇന്നത്തെ ഈ സഭയുടെ മുന്നിലുള്ള സഹന സഭയുടെ മുന്നിലുള്ള ആ ഒരു ചിത്രം കൂടിയാണ് ഈ സൂര്യനെ വിടയാടിയാക്കിയ സ്ത്രീ എന്ന് പറയുന്നവൾ. അപ്പോൾ ഞാനും എത്തിച്ചേരേണ്ട ആ ഒരു ലോകമാണ് ഈ ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഇതിലെ ആദ്യത്തെ പ്രതീകത്തെക്കുറിച്ച്, വലിയ പ്രതീകത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം, സഭയെക്കുറിച്ചുള്ള ചിത്രം, അതുപോലെ തന്നെ മറിയത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം കൂടി നമ്മളിവിടെ കാണുന്നു. മാത്രമല്ല, ഇന്ന് ഭൂമിയിൽ ആയിരിക്കുന്ന പ്രലോഭനങ്ങളുടെ ഇടയിലായിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയും ഇതുതന്നെയാണ്. ഈ സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേരുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? എനിക്കും ആ സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീയുടെ ഭാഗമായി തീരുവാനായിട്ട് സാധിക്കുമോ? തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.